മായം കലരാത്ത നല്ല ശുദ്ധമായ നെയ്യ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നൊരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ പാലിൻ്റെ മലായി, അതായത് പാട എടുത്ത് വെച്ചിട്ട് ഉരുക്കി നെയ്യ് എടുത്തിട്ടുണ്ടോ? അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കാം. ഇതിലേക്ക് ഈ മലായി പാട ഇട്ട് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ ഇത് ചെയ്യുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം അത് ചൂടായി ഒന്ന് ഉരുകി വരുന്നത് വരത്തേക്ക് ആ തീയിൽ ഇളക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് തിളച്ച് തൂവിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് ഇപ്പോൾ ഉരുകി ഇപ്പോൾ തന്നെ ഇത് ആ ചീനച്ചട്ടി ഫുള്ളായിട്ടുണ്ട്. ഇനി അത് ഇളക്കി വരുമ്പോഴത്തേക്ക് അത് പോകും എന്നാണ് തോന്നുന്നത്. ഉരുകി വരുമ്പോൾ അത് കൂടുമല്ലോ. ഇപ്പം തന്നെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇളക്കാൻ പറ്റുന്നില്ല. കുറച്ചെടുത്ത് മാറ്റിയേക്കാം. ചൂടായിട്ട് ഞാനത് ഉരുകി കഴിയുമ്പോഴത്തേക്ക് ശരിയാവുള്ളൂ. കണ്ടില്ലേ, ഫുള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കഴുകിയെടുക്കാതെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് വീട്ടാവശ്യത്തിനുള്ള നെയ്യ് ഞാനിങ്ങനെ ഉരുക്കിയെടുക്കാറാണ് പതിവ്. ഇപ്പം നെയ്യ് താണ്ടെ പൊങ്ങി വരാൻ തുടങ്ങി, തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ല, യെല്ലോ കളറിൽ ചെറുതായിട്ടിങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ നെയ്യ് തയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ല ഗോൾഡൻ കളറിൽ, കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് അതിൻ്റെ പാകത്തിന് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ആറുന്നത് വരെ. കാരണം ഒത്തിരി ആറാതിരുന്ന് കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഇവിടെ തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് പെട്ടെന്ന് അത് കട്ടിയായി പോകും. അത് കാരണം നമുക്കൊന്ന് ചെറുതായിട്ടതൊന്ന് ആറുന്നത് വരത്തേക്ക് അത് ഓഫ് ചെയ്ത് വയ്ക്കാം. കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒരു കുപ്പിയുടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലെടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ഈ നെയ്യ് കോരി വയ്ക്കാം. ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചത് നമുക്കതിലോട്ട് കോരി വയ്ക്കാം. വലിയ ജോലിയൊന്നുമില്ല, എളുപ്പമാണ്. കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഒത്തിരി പല രീതിയിലൊക്കെ ചെയ്യാമെന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് കുറേ സമയം എടുക്കും കേട്ടോ. കുറേ സമയം എടുക്കുമെന്ന് വെച്ചാൽ ഒത്തിരി സമയം എടുക്കും. ഇതിന് 1.5 മണിക്കൂറെങ്കിലും എടുക്കും. അത് ചെറിയ തീയിലാണ്. ലാസ്റ്റ് പകുതി അത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീരെ ചെറിയ തീയിൽ വെച്ചിട്ടാണ് അത് ഉരുക്കി എടുക്കാറ്. ഇത് 1.5 കിലോ കൊള്ളുന്ന ബോട്ടിലാണ് കേട്ടോ. മിക്കവാറും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ ഉരുക്കിയെടുത്തപ്പോൾ എനിക്ക് ഈ ബോട്ടിൽ ഫുള്ള് കിട്ടിയിട്ടുണ്ടായിരുന്നു. 1.5 കിലോയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല. കണ്ടോ, നല്ല ചൂടുണ്ട്. കുപ്പി പൊട്ടുമോ അറിയാൻ വയ്യ. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ചെയ്യണം കേട്ടോ.